രമേശ് ചെന്നിത്തല, AK ആന്റണി, VM സുധീരൻ, MI ഷാനവാസ്, പിന്നെ ചെറിയാൻ ഫിലിപ്പ്, അതുപോലെ തന്നെ ബാക്കി KC വേണുഗോപാൽ അടക്കം ആരും എടുത്തോളൂ, എല്ലാവരും വളരെ ചെറുപ്പമായിരുന്നപ്പോൾ. ഇപ്പൊ വിഷ്ണുനാഥിനെയൊക്കെ എടുത്താലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ശബരിനാഥ് പിന്നെ അല്ലാതെ കുറച്ചുകൂടി പ്രായമായെന്ന് പറയാം. വളരെ ചെറുപ്പമെടുത്താൽ ആ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വരികയും വലിയ മാറ്റം സമൂഹത്തിന് വേണ്ടി വലിയ നേതാക്കളാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് വിഷ്ണുനാഥിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ വലിയ നേതാവായി നിൽക്കുന്നത്. അവരുടെ സ്വകാര്യ ജീവിതമൊക്കെ അവരെല്ലാം പുണ്യവാളന്മാരാണെന്നോ, അവർ മദ്യപിക്കാത്തവരോ, സ്ത്രീകളോട് താല്പര്യമില്ലാത്തവരോ, അല്ലെങ്കിൽ അങ്ങനെ പോകാത്തവരോ ഒന്നും ആണെന്നുള്ള ഒരു കാര്യം നമുക്കറിയില്ല. അതൊക്കെ അവരുടെ സ്വകാര്യ ജീവിതം. പക്ഷേ പൊതുജീവിതത്തെ അവർ മാന്യമായി കൊണ്ടുപോകാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഈ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത് കൊണ്ട്, അതൊരു ജനാധിപത്യ ആൾക്കൂട്ടം പോലെ പലപ്പോഴും അതിനകത്ത് വരുന്ന നേതാക്കൾക്ക് തോന്നുന്നതുകൊണ്ട് എന്ത് തോന്നിയവാസവും കാണിക്കാം. സന്ദീപ് വാര്യർ ഇപ്പോ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് സന്ദീപ് വാര്യർ നേരത്തെ ഇട്ട പോസ്റ്റിനെ മാസ്ക് ചെയ്ത്, ആളുകളുടെ മുഖമൊക്കെ മാസ്ക് ചെയ്തിട്ട് കാൽ ഭാഗത്തോട്ട് താഴോട്ട് മാത്രം പാന്റും സാരിയൊക്കെ ഉള്ള ഭാഗത്ത് മാത്രം കാണുന്ന രീതിയിൽ, അതായത് ഈ അതിജീവിതയുടെ ഫോട്ടോ വരുന്നതാണ്, അവരുടെ കല്യാണ ഫോട്ടോ. അതിനകത്ത് സന്ദീപ് വാര്യർ നിൽക്കുന്ന ഫോട്ടോയാണ്. അത് പത്മജ വേണുഗോപാൽ ഇട്ടിട്ട് അവർ മാസ്ക് ചെയ്തിട്ട്, കാരണം അല്ലെങ്കിൽ കേസ് വരുമല്ലോ, മാസ്ക് ചെയ്തതിന് ശേഷം അവരൊരു കമന്റ് ഇട്ടു സന്ദീപ് വാര്യരെ കുറിച്ച്. അതിന് താഴെ ഒരു മാസ് മെസ്സേജ് വിട്ടിട്ട് സന്ദീപ് വാര്യർ ഒളിവിൽ പോയി. ഇവനൊക്കെ എന്ത് രാഷ്ട്രീയമാണ് ഇയാളൊക്കെ നടത്തുന്നത്? ഇവനെന്ന് പറയുന്നില്ല, ഇയാളൊക്കെ നടത്തുന്നത്. ഒരു MLA ഒളിവിൽ പോയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തൊരു തള്ളാണ് ഇവിടുത്തെ. ഹൂ കെയേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇപ്പം ടോട്ടൽ കെയേഴ്സ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുകയാണ് എവിടെയാണെന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള മഹാത്മാഗാന്ധിജിയുടെ ഒരു മഹത്തായ പ്രസ്ഥാനത്തെ നേതാജി സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എന്നൊക്കെ പറയുന്ന മഹാരഥന്മാർ, മഹാമേരുക്കൾ നയിച്ച പ്രസ്ഥാനത്തിലാണ് ഈ ഏഴാംകിട ഡീക്കിലീസ് ഒക്കെ വന്ന് പെണ്ണ് കേസിൽപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ നിർത്തുമ്പോൾ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നത് ഗൗരവമായി ആലോചിക്കണം. കോൺഗ്രസിലെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കുറിച്ചല്ല അഭിപ്രായം നമുക്ക്. ഇതിനെ പേറുന്ന മുതിർന്നവരുണ്ട്, അവരെ ആ വാക്ക് ഞാൻ വിളിക്കുന്നില്ല. മുതിർന്നവരുണ്ട് ഇതിനെ ന്യായീകരിക്കുന്ന. രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ ബഹളമുണ്ടാക്കി. അതിനെ പ്രൊമോട്ട് ചെയ്ത് സതീശനെതിരെ എങ്ങനെ പറ്റുമോ എന്ന് നോക്കി. നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറ്റുമോ എന്ന് നോക്കിയതാണ്. ആ സംഘം മാറി സതീശനെതിരെ പറ്റുമോ എന്നൊക്കെ നോക്കി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി രാഹുൽ ഈശ്വർ അനുകൂലമായി, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി രാഹുൽ ഈശ്വർ വന്നു. ഈ രാഹുൽ ഈശ്വർ വന്നതും രാഹുൽ ഈശ്വറിന്റെ ഈ പോസ്റ്റുകളെല്ലാം സന്ദീപ് വാര്യർ റെഡിയാക്കി കൊടുത്തതാണെന്നുള്ളതാണ് അടുത്ത പത്മജ വേണുഗോപാലിന്റെ ആക്ഷേപം. അതായത് സന്ദീപ് വാര്യർ പറയുന്നു, അളിയ നീ ഒരു കാര്യം ചെയ്യ്, അതായത് രാഹുൽ ഈശ്വറിനോട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു പോസ്റ്റ് ഇട്. നീ ഇടേണ്ട പോസ്റ്റ് എന്താണ്? എന്റെ സന്ദീപ് വാര്യരുടെ പങ്കെടുത്ത കല്യാണത്തിൽ പങ്കെടുത്ത ഫോട്ടോയിൽ അതിജീവിതയുടെ ഭർത്താവിന്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ അവരുടെയും പേര് പറയുന്നില്ല എന്ന് അളിയൻ പറയും. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ എന്റെ വാളിൽ കയറി നോക്കും, എന്റെ ഫേസ്ബുക്ക് വാളിൽ കയറി നോക്കും. അപ്പൊ അതിനകത്ത് ഫോട്ടോ കിടക്കും. അങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ തൊട്ടവനെ തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി ഉണ്ടല്ലോ, രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഇന്നലെ വന്നിട്ട് പറയുന്നു അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിജീവിതയുടെ ഐഡന്റിറ്റി അറിയുന്ന നിലയിൽ അതിജീവിതയും കൂടെയായിട്ട് സന്ദീപ് വാര്യർ നിൽക്കുന്ന ഫോട്ടോ, അതിജീവിതയും സന്ദീപ് വാര്യരും അതിജീവിതയുടെ ഭർത്താവും ഒക്കെ നിൽക്കുന്ന കല്യാണ ഫോട്ടോ, പാലക്കാട് മറ്റുള്ള ആളുകളാണ് ഈ ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ ആ കല്യാണ ഫോട്ടോ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ വരികയും ആ ഫേസ്ബുക്കിൽ വന്ന കാര്യം സന്ദീപ് വാര്യർ അത് രാഹുൽ ഈശ്വറിന് കൊടുക്കുകയും രാഹുൽ ഈശ്വർ ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തപ്പോൾ ആളുകളെല്ലാം പോയി സന്ദീപ് വാര്യരുടെ വാളിൽ നോക്കി, ഫേസ്ബുക്ക് വാളിൽ നോക്കി. ആ വിവരങ്ങൾ എടുത്ത് ലോകം മുഴുവൻ കൊണ്ടുകൊടുത്തത് അതിജീവിതയെ അധിക്ഷേപിക്കലാണ്. മൃഗതുല്യമായ പരിപാടിയാണ്. അവർക്ക് ഇനിയും ഇവിടെ ജീവിക്കണം. അവർ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും സ്ത്രീക്ക് ജീവിക്കണം. പുരുഷനും സ്ത്രീയും തമ്മിൽ ബലാത്സംഗത്തിലോ ഇതുപോലത്തെ ഏതെങ്കിലും ഇടപാടുകളിൽ ചെന്ന് പെട്ടാൽ സ്ത്രീക്കാണ് പിന്നെ കൂടുതൽ ക്രൂരത വരുന്നത്. അതുകൊണ്ട് സ്ത്രീക്ക് ഇവിടെ ജീവിക്കണം എന്നുള്ള പുരുഷനെ സമൂഹം എപ്പോഴും അംഗീകരിച്ച് വെളുപ്പിച്ചെടുക്കും. പക്ഷെ സ്ത്രീക്ക് വലിയ പ്രശ്നം വരും. അതുകൊണ്ടാണ് കോടതിയൊക്കെ പറഞ്ഞ അതിജീവിതയുടെ ഇരയുടെയും പേര് പറയരുതെന്ന്. ഇരവെന്ന് പോലും ഇപ്പൊ പറയാറില്ല, അതിജീവിത എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അതിജീവിതയെ നിങ്ങൾ മൃഗീയമായി കൊല്ലുകയായിരുന്നില്ലേ എന്നാണ് പത്മജ വേണുഗോപാൽ ചോദിക്കുന്നത്. അപ്പൊ പത്മജ വേണുഗോപാൽ ഇത് ചോദിക്കുമ്പോൾ അതിനെതിരെ താഴെ വന്ന് തള്ളിമറിച്ച്, എന്നാൽ തള്ളിമറിച്ചാൽ കൂടെ നിന്ന് പോരാടണമെന്നേ സന്ദീപ് വാര്യരെ. എന്തൊരു ബഹളമാണ് BJP എന്ന് പോയപ്പോൾ. ഞാൻ BJP അനുകൂലമായിട്ടല്ല ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾ അതിൽ നിന്ന് പോയപ്പോൾ എന്തൊരു ആവേശമായിരുന്നു, എന്തൊരു ബഹളമായിരുന്നു. പിന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെയും K സുന്ദരനെ പോലെയുള്ള താങ്കളുടെ വലിയ നേതാക്കൾ, താങ്കൾ BJP ഉണ്ടായിരുന്നപ്പോൾ വലിയ നേതാക്കൾ
നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞ് എന്തൊരു തള്ളാണ് തള്ളിയത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? താങ്കളെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കി. താങ്കൾ ആദ്യം രാജിവെക്കണം. താങ്കൾ രാജിവെക്കണം. കാരണം സന്ദീപ് വാര്യർ രാജിവെക്കേണ്ടതാണ്. എന്തെന്നാൽ താങ്കൾക്ക് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കാനുള്ള പക്വതയായിട്ടില്ല. BJP ചെന്നത് കൊണ്ടും പാണക്കാട് തങ്ങളെ പോയി കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ BJPയുടെ കോൺഗ്രസിന്റെ വലിയ നേതാക്കളെ വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങിച്ചത് കൊണ്ടോ BJPയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇനി വരാൻ വേണ്ടി ഒരു തല്ല് കൊടുത്ത് വന്നവർക്ക് ഇതാ വലിയ സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്കൊരു KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് രാജിവെക്കണം. ഇത് എന്റെ ഡിമാൻഡല്ല, പത്മജ വേണുഗോപാലിന്റെ ഡിമാൻഡാണ്. എന്തെന്നാൽ താങ്കൾ കാണിച്ചിരിക്കുന്നത് ശുദ്ധമായ തെമ്മാടിത്തരമാണ് എന്നാണ് അവരുടെ അവകാശം. അവർ പറയുന്നത്, അവരുടെ ഫേസ്ബുക്കിൽ പറയുന്നത്. കാരണം ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലായിട്ട് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആയിട്ടൊക്കെ നിന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിന്റെ ചാനൽ റീച്ച് കൂട്ടാൻ, ചാനലുകളിൽ പോയി പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. അദ്ദേഹം വേറൊരു ലൈനിൽ ചിന്തിക്കുന്നതും പറയുന്ന ഒരാളാണ്. അതിനെക്കുറിച്ചൊക്കെ ജയശങ്കറൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി വീണ്ടും ഞാൻ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ രാഹുൽ ഈശ്വറിന്റെ ഈ ക്യാരക്ടറിന് ഉള്ള ഒരാളിന് നിങ്ങൾ ചൂട്ട് കത്തിച്ചു കൊടുത്ത്, നിങ്ങൾ വിവരങ്ങൾ കൊടുത്ത്, വെള്ളവും വെളിച്ചവും കൊടുത്ത്, നിങ്ങൾ അത് തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്നവരെയും അതുപോലെ തന്നെ രഞ്ജിത കളത്തിൽ എന്ന് പറയുന്നവരെയും പത്തനംതിട്ട ജില്ലയിലുള്ള കോൺഗ്രസ്സുകാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ ഇളക്കിവിട്ട് സംസ്ഥാനത്ത് 20ഓളം കോൺഗ്രസ് അനുഭാവികളെ വിശ്വാസികളായിട്ടുള്ള ആളുകളെയൊക്കെ ഇളക്കിവിട്ട് 20 പേര് ഇപ്പൊ കേസിൽപ്പെട്ട് കിടക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? യഥാർത്ഥ MLA ഈ പണിയെല്ലാം ഒപ്പിച്ച് രാത്രി പോയി ഈ പണിയെല്ലാം ഒപ്പിച്ച് ഹോട്ടലിൽ പോയി ഒപ്പിച്ച ആളിപ്പോ അതാ കറങ്ങി കിടക്കുന്നു. അയാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അതേസമയം ബാക്കിയുള്ള ആളുകളെല്ലാം അകത്താകുന്നതിൽ ഈ നമ്മുടെ സന്ദീപ് വാര്യരുടെ റോൾ എന്താണ്? നിങ്ങളൊക്കെ എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ കോൺഗ്രസിനെ ഈ ഒരു പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ ഇലക്ഷന്റെ സമയത്ത് എന്താണ് പടിക്കൽ കൊണ്ട് കൊടമുടച്ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വെള്ളം കോരിക്കൊണ്ട് വന്ന് പടി വരെ കൊണ്ടുവന്നിട്ട് പടിയിൽ കാല് തട്ടി, ഈ അശ്രദ്ധ കൊണ്ട് കാല് തട്ടി കുടമുടഞ്ഞു പോയി, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആന്റി ഇൻകംബൻസി ഗവൺമെന്റിനെതിരെ പറയാനും, പ്രത്യേകിച്ച് ശബരിമല വിഷയങ്ങളും പല വിഷയങ്ങളും പറയാൻ അതിലൂടെ 10 വോട്ട് കോൺഗ്രസിന് കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങൾ അത് ഉടച്ചു. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെയും പുറത്താക്കണം, അല്ലെങ്കിൽ രാജിവെക്കണം. സന്ദീപ് വാര്യർ പുറത്തു പോകണം, രാജിവെക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധമായും പുറത്തു പോകണം, അതിനകത്ത് തർക്കമില്ല. പിന്നെ ബാക്കി കുറെ ആളുകളുണ്ട്, അതിജീവിതയുടെ പേര് പറഞ്ഞു, അതെല്ലാം കേസിൽ വരുന്നതാണ്. അതങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം, പത്മജ വേണുഗോപാൽ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അവരിത് പറയുമ്പോൾ, അത് BJP-കാരി ആയതുകൊണ്ടല്ല, അവർ പഴയ കോൺഗ്രസ്സുകാരിയല്ലേ, അവർ പറയുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് വെല്ലുവിളി ഡയലോഗ് അടിച്ചിട്ട് മുങ്ങിയതാണ് ഈ നമ്മുടെ സന്ദീപ് ചേട്ടൻ. ഇതുവരെ പൊങ്ങിയിട്ടില്ല. അദ്ദേഹം ഒളിവിലാണ്, ജാമ്യമൊക്കെ കൊടുക്കുന്നു, ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നൊക്കെ പറയുന്നു. എന്തൊരു നാടാണിത്, എന്തൊരു ഗതികേടാണ് കോൺഗ്രസ് കാണിക്കുന്നത്. നിങ്ങൾ പരസ്പരം പോരടിച്ച് രമേശ് ചെന്നിത്തലാണോ, VD സതീശനാണോ, KC വേണുഗോപാലാണോ, അതോ ഇനി മറ്റാരെങ്കിലും ആണോ മുഖ്യമന്ത്രി എന്നുള്ളത് 6 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ചക്കളത്തെ പോരാട്ടത്തിന്റെ ഭാഗമായി സൈബർ ഗുണ്ടകളെ ഇറക്കിവിട്ട് പരസ്പരം പോരടിക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു പ്രസ്ഥാനമാണ്, ഒരു സമൂഹമാണ്.